എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC എക്സാമുകൾക്ക് അതിപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏത് ലെവലിലായിക്കോട്ടെ, കേരള PSCയുടെ എല്ലാ എക്സാമുകൾക്കും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന കെമിസ്ട്രിയിലെ ഒരു ഏരിയ ഉണ്ട്. അതാണ് മൂലകങ്ങളുടെ വർഗീകരണം, അതല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യക്തികളും അവരുടെ വർഗീകരണ നിയമങ്ങളും എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ക്രമാവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എങ്ങനെയുണ്ടായി? ആ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ ടേബിൾ വരെ എത്തിയതിന് പിന്നിൽ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്, ചെറിയ കുറച്ച് ഒരു ചരിത്രം തന്നെ പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് ആ വ്യക്തികൾ ആരൊക്കെയാണെന്നും അവർ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതാ നോക്കിക്കോളൂ. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിക്കാനുള്ള ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച വ്യക്തി ആരാ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം, അദ്ദേഹത്തിന്റെ പേരാണ് ലാവോസിയർ. ലാവോസിയർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളെയെല്ലാം പൊതുവെ 2ആയി വർഗീകരിച്ചു. അത് എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഒന്ന് ലോഹങ്ങൾ, മെറ്റൽസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേരാണ് അലോഹങ്ങൾ, അതല്ലെങ്കിൽ നോൺ മെറ്റൽസ്. അപ്പൊ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെയായിരുന്നു. 1789 കാണുന്നുണ്ടോ, ഏകദേശം 30ഓളം മൂലകങ്ങൾ ഉണ്ടായിരുന്നു. 30ഓളം മൂലകങ്ങളെ അദ്ദേഹം 2ആയിട്ട് വർഗീകരിച്ചു, ലോഹങ്ങളും അലോഹങ്ങളും. പക്ഷേ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ 30 മൂലകങ്ങളെയും 2ആയിട്ട് അദ്ദേഹത്തിന് വർഗീകരിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം മൂലകങ്ങൾ ലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നുണ്ട്, അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ ലോഹങ്ങളുടെ അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന ആ മൂലകങ്ങളെ ലോഹങ്ങളുടെ കൂട്ടത്തിൽ മാത്രമായിട്ട് വെക്കാൻ കഴിയില്ല അല്ലെ. എന്നാൽ അലോഹങ്ങളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും കഴിയില്ല. അപ്പൊ 2 കൂട്ടരുടെയും സ്വഭാവം കാണിക്കുന്ന ഈ മൂലകങ്ങളെ എവിടെ പ്ലേസ് ചെയ്യും? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് മൂലകങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഉപലോഹങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷില് മെറ്റലോയിഡ്സ് എന്ന് പറയും. ഈ ഉപലോഹങ്ങൾക്ക് അല്ലെങ്കിൽ മെറ്റലോയിഡ്സിന് ശരിയായ ഒരു സ്ഥാനം നൽകാൻ ആർക്ക് കഴിഞ്ഞില്ല? ലാവോസിയറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വർഗീകരണത്തിന്, അറേഞ്ച്മെന്റിന് കാര്യമായിട്ടുള്ള അംഗീകാരം കിട്ടിയില്ല എന്നതാണ് വസ്തുത. എന്നാൽ കൂടിയും മൂലകങ്ങളെ ആദ്യമായി അറേഞ്ച് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലാവോസിയർ ആണെന്ന് നിങ്ങൾ പഠിച്ചേക്കുക. ക്ലിയർ അല്ലേ? ശരി. ലാവോസിയർ കഴിഞ്ഞാൽ കണ്ടോ, ലാവോസിയറിന്റെ അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടേബിൾ ഓഫ് സിമ്പിൾ സബ്സ്റ്റൻസസ് താഴെ കാണുന്നുണ്ടോ? ഓക്സിഡബിൾ ആൻഡ് അസിഡിഫയബിൾ സിമ്പിൾ സബ്സ്റ്റൻസസ് നോട്ട് മെറ്റാലിക് എന്ന് വെച്ചാൽ മെറ്റാലിക ഗുണങ്ങൾ അല്ലാത്തത്, അതായത് ലോഹ സ്വഭാവം അല്ലാത്തത്. ഓക്സിഡബിൾ ആൻഡ് അസിഡിഫയബിൾ സിമ്പിൾ മെറ്റാലിക് ബോഡീസ്. കണ്ടോ, അതില് മൂലകങ്ങളെ നമുക്ക് കാണാം. ആന്റിമണി, ആഴ്സനിക്, ബിസ്മത്ത്, കൊബാൾട്ട്, അങ്ങനെ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? യെസ്. അപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 30ഓളം മൂലകങ്ങളെയാണ് അദ്ദേഹം 2ആയിട്ട് വർഗീകരിക്കാൻ ശ്രമിച്ചത്. അതില് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾക്ക് കൃത്യമായ ഒരു സ്ഥാനം നൽകാൻ കഴിയാതെ പോയതുകൊണ്ട് ഈ അറേഞ്ച്മെന്റ് എന്തായി? ഫെയിലായി എന്ന് നിങ്ങൾ പഠിച്ചേക്കണം. അത് കഴിഞ്ഞ് 2ാമതായിട്ട് വന്ന വ്യക്തിയുടെ പേരാണ് ജൊഹാൻ ഡൊബ്രീനർ. എന്താണ്? ജൊഹാൻ ഡൊബ്രീനർ. നിങ്ങൾ ആ ഡൊബ്രീനർ എന്ന് ഓർത്തു വെക്കുക. ഡൊബ്രീനറുടെ വർഗീകരണം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിക്കാം. ഉത്തരം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ. കാണുന്നുണ്ടോ? അറ്റോമിക് വെയിറ്റിന്റെ, അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോ മൂലകങ്ങളെ അറ്റോമിക ഭാരം, അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആര് വർഗീകരിച്ചത്? ഡൊബ്രീനർ വർഗീകരിച്ചത്. വെറുതെ അങ്ങ് വർഗീകരിച്ചില്ല. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങളെ ഒരു സെറ്റാക്കി, അങ്ങനെ ഓരോ സെറ്റാക്കി അദ്ദേഹം എന്ത് ചെയ്തു? വർഗീകരിച്ചു. അതായത് ഒരുപോലെ ഗുണങ്ങൾ കാണിക്കുന്ന 3 വീതം മൂലകങ്ങളെ സെറ്റാക്കി വർഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണേ: മിഡിലിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക ഭാരങ്ങളുടെ എന്തായിരിക്കും? ശരാശരി ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. കണ്ടോ, 3 മൂലകങ്ങളുടെ ഒരു കൂട്ടം, ഒരേ ഗുണങ്ങളുള്ള 3 മൂലകങ്ങളുടെ ഒരു കൂട്ടം, അതിൽ മധ്യത്തിലിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക ഭാരങ്ങളുടെ ശരാശരി. അങ്ങനെ 3 വീതം ഒരു സെറ്റായി വന്നതുകൊണ്ട് ഈ വർഗീകരണ നിയമത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് ലോ ഓഫ്
ട്രയാഡ്സ്, അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക ത്രികങ്ങളുടെ നിയമം, ത്രിക നിയമം. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഇവിടെ ലിഥിയത്തിന്റെ അറ്റോമിക ഭാരം 7, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക ഭാരം 39. അപ്പൊ സോഡിയത്തിന്റേതോ 39+7/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 23. ഇങ്ങനെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വീതം മൂലകങ്ങളെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡുകളാക്കി വർഗീകരിച്ച വ്യക്തി ആരാണ്? ഡൊബ്രീനർ. കണ്ടോ? എടാ, ഡൊബ്രീനറുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന 3 ട്രയാഡുകൾ, ഒന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാണുന്നുണ്ടോ? അടുത്തത് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, കാണുന്നുണ്ടോ? അടുത്തത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ദേ കണ്ടോ? ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ട്രയാഡുകൾക്ക് ഉദാഹരണമാണെന്ന് പഠിച്ചേക്കണം. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന 3 ട്രയാഡുകൾ ഇതാണ്. ഈ 3 സെറ്റും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. എന്നാൽ എല്ലാ മൂലകങ്ങളെയും ഇതുപോലെ ഈ ത്രിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വെച്ച് ത്രികങ്ങളാക്കാൻ കഴിഞ്ഞുവോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഡോബ്രീനർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ അറേഞ്ച്മെന്റ് എന്തായി? ഫെയിലായി എന്ന് നിങ്ങൾ പഠിച്ചേക്കണം. വസ്തുത ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട വ്യക്തി, ഒരുപാട് അറ്റംപ്റ്റുകൾ വരുന്നുണ്ട്, ബട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ട നെക്സ്റ്റ് വർഗീകരണമാണ് ചാൻ കർട്ടോയ്സ് എന്ന് പറയുന്ന വ്യക്തിയുടേത്. പലർക്കും ചാൻ കർട്ടോയ്സ് എന്ന് പറയുന്ന പേര് അധികം പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ എക്സാംസിന് ഇതൊക്കെ പഠിച്ചു വെക്കണം. ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ. ഇതൊന്ന് പഠിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ വർഗീകരണം അറിയപ്പെടുന്ന പേരാണ് ഹെലിക്കൽ വർഗീകരണം. അതല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വർഗീകരണം എന്ന് പറഞ്ഞാലും തെറ്റില്ല, അല്ലെങ്കിൽ സ്പൈറൽ വർഗീകരണം എന്ന് പറയാം. ഇതിൽ ഏത് പറഞ്ഞാലും കറക്റ്റാ. അപ്പോ ഹെലിക്കൽ വർഗീകരണം, സിലിണ്ട്രിക്കൽ വർഗീകരണം, സ്പൈറൽ വർഗീകരണം എല്ലാം നടത്തിയ വ്യക്തി ആരാണ്? ചാൻ കർട്ടോയ്സ്. ഇവിടെ ചാൻ കർട്ടോയ്സ് എന്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു എന്ന് ചോദിക്കും. അറ്റോമിക ഭാരത്തിന്റെ, കണ്ടോ, അറ്റോമിക് വെയിറ്റിന്റെ ആരോഹണ ക്രമത്തിൽ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്, അറ്റോമിക ഭാരം കുറഞ്ഞതിൽ നിന്ന് അറ്റോമിക ഭാരം കൂടിയതിലേക്ക്, അതിന്റെ ആരോഹണ ക്രമത്തിലാണ് 6 മൂലകങ്ങളെ വർഗീകരിച്ചത്. ചാൻ കർട്ടോയ്സ് എന്ന് പറയുന്ന വ്യക്തി മൂലകങ്ങളെ വർഗീകരിച്ചത്. അങ്ങനെ വർഗീകരിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, മൂലകങ്ങൾ അവയുടെ ഗുണങ്ങളിൽ എവിടെയൊക്കെയോ സമാനത കാണിക്കുന്നുണ്ട്. ക്രമമായിട്ട് ആവർത്തിച്ചു വരുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? മൂലകങ്ങളുടെ ഒരു സിലിണ്ട്രിക്കൽ രൂപം തയ്യാറാക്കി. ഞാൻ ആ പടം കാണിച്ചു തരാം. ദേ കാണുന്നുണ്ടോ? കണ്ടോ? ദേ ഇങ്ങനെ മൂലകങ്ങളുടെ ആ ഓർഡർ നോക്കിക്കേ. ഒരു സിലിണ്ടർ പോലെ ദേ കാണുന്നുണ്ടോ? ദേ കാണുന്നുണ്ടോ? കണ്ടോ? ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സിലിണ്ട്രിക്കൽ അറേഞ്ച്മെന്റ് നടത്തി. അപ്പൊ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച്, അല്ലെങ്കിൽ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച് ഒരു സിലിണ്ട്രിക്കൽ മാതൃക തയ്യാറാക്കിയ വ്യക്തി ആരാ എന്ന് ചോദിക്കാം. അതാണ് ചാൻ കർട്ടോയ്സ്. എന്നാൽ എല്ലായിടത്തും മൂലകങ്ങളുടെ ഈ ഗുണങ്ങൾ ശരിയായി വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റും എന്തായിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ? ഫെയിൽ ആയിപ്പോയി എന്ന വസ്തുത നിങ്ങൾ എന്ത് ചെയ്തേക്കണം? പഠിച്ചേക്കണം. കണ്ടോ? അപ്പോ ആദ്യം ആരായിരുന്നു? ലാവോസിയർ, ലോഹങ്ങൾ അലോഹങ്ങൾ. രണ്ടാമത് വന്ന വ്യക്തി ആരായിരുന്നു? യെസ്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരാണ് ജൊഹാൻ ഡോബ്രീനർ, ത്രികങ്ങൾ, ത്രിക നിയമം. മൂന്നാമതായിട്ട് വന്ന വ്യക്തി ചാൻ കർട്ടോയ്സ് ആണ്. സ്പൈറൽ അറേഞ്ച്മെന്റ്, ഹെലിക്കൽ വർഗീകരണം അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വർഗീകരണം. ഇനി 4ാമത് മൂലകങ്ങളുടെ വർഗീകരണം നടത്തിയ വ്യക്തിയുടെ പേരാണ് ജോൺ ന്യൂലാൻഡ്സ്. എന്റെ ഒപ്പം നിങ്ങളും കൂടി കമന്റ് ചെയ്യണം കേട്ടോ. എന്തുവാണ്? ജോൺ ന്യൂലാൻഡ്സ്. എടാ, ജോൺ ന്യൂലാൻഡ്സിന്റെ അറേഞ്ച്മെന്റ്, വർഗീകരണം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് കണ്ടോ? അതിന് വിളിക്കുന്ന പേരാണ് അഷ്ടക നിയമം. ഇംഗ്ലീഷില് ഇതിനെ നമ്മൾ എങ്ങനെ പറയുന്നു എന്നറിയോ? ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. എന്തുവാ? അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ജോൺ ന്യൂലാൻഡ്സിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും ആ മൂലകങ്ങളുടെ എണ്ണം എത്രയായി? 56ആയി. ഞാൻ ഈ പറയുന്ന സെക്കൻഡിൽ 118 മൂലകങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്, പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ജോൺ ന്യൂലാൻഡ്സിന്റെ കാലഘട്ടത്തില് 56 മൂലകങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. എടാ, ഇവിടെയും അദ്ദേഹം എന്ത് കോൺസെപ്റ്റ് തന്നെ എടുത്തു? അറ്റോമിക ഭാരം അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ്. അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തില് മൂലകങ്ങളെ എന്തു ചെയ്തു? വർഗീകരിച്ചു.
അങ്ങനെ വർഗീകരിച്ച് വന്നപ്പോഴാ നമ്മുടെ മലയാളത്തിലെ സംഗീത സ്വരങ്ങൾ, മ്യൂസിക്കൽ നോട്ട്സ് എങ്ങനെയാ? സരി ഗ മ പ ധ നി. നീ കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സാ തന്നെയാണ് അല്ലെ. സെയിം നോട്ടാണ്, ബട്ട് ഡിഫറെന്റ് ഫ്രീക്വൻസി അല്ലേ. ആദ്യത്തെ 256 ഹെഡ്സ് ആണെങ്കിൽ രണ്ടാമത്തേത് 512 ഹെഡ്സ്. നിങ്ങളത് ഫിസിക്സിലെ ശബ്ദത്തിൽ പഠിക്കും. അപ്പൊ സാ എന്ന് പറയുന്ന സെയിം നോട്ട് തന്നെയല്ലേ. അങ്ങനെ ഓരോ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തെ മൂലകത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ പിന്നെയും കാണിക്കുന്നത് കൊണ്ട് ആ വർഗീകരണത്തിന് അദ്ദേഹം നൽകിയ പേരാണ് അഷ്ടക നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ്. Each 8th element repeats the properties of the first. ഓരോ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തേതിന്റെ അതേ ഗുണങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. കണ്ടോ? അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിക്കുമ്പോൾ ഓരോ 8ാമത്തെ മൂലകവും ആദ്യത്തെ മൂലകത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ കാണിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ അറേഞ്ച്മെന്റ് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും പറയേണ്ടി വരും, ഇറ്റ്സ് എ ബിഗ് നോ. ഇല്ല. കാരണം കാൽസ്യം വരെയുള്ള മൂലകങ്ങളെ മാത്രമേ, അറ്റോമിക് വെയിറ്റ് 40 കാൽസ്യം വരെയുള്ള മൂലകങ്ങളെ മാത്രമേ ഈ രീതിയിൽ വർഗീകരിക്കാൻ ആർക്ക് കഴിഞ്ഞുള്ളൂ? ജോൺ ന്യൂലാൻഡ്സിന് കഴിഞ്ഞുള്ളൂ. എടാ, കാൽസ്യത്തിന് ശേഷം വരുന്ന മൂലകങ്ങളൊന്നും എന്ത് പാലിച്ചില്ല? അഷ്ടക നിയമം പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ അറേഞ്ച്മെന്റ് ഫെയിലായി പോയി എന്നതായിരുന്നു സത്യാവസ്ഥ. നിങ്ങൾ നോക്കണേ, 4 വ്യക്തികളാ. ലാവോസിയർ ലോഹങ്ങൾ, ഡൊബറീനർ ത്രികനിയമം, ചാൻ കർട്ടോയിസ് സിലിണ്ടറിക്കൽ വർഗീകരണം ആൻഡ് ജോൺ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം. എന്തൊരു കഷ്ടമാണല്ലേ. യെസ്, എല്ലാം എന്തായിപ്പോയി? ഫെയിലായിപ്പോയി. അപ്പൊ ഫെയിലായാലും സക്സസ്ഫുൾ ആയാലും ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത അറ്റംപ്റ്റ് നടത്തിയ വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. 5ാമതായിട്ട് മൂലകങ്ങളെ വർഗീകരിക്കാൻ ശ്രമിച്ചതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിയുടെ പേരാണ് ലോത്തർ മേയർ. എന്റെ ഒപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. എന്താണ്? പറയൂ. ലോത്തർ മേയർ. നോക്കൂ, ലോത്തർ മേയർ എന്താ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളുടെയും കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, രാസഭൗതിക ഗുണങ്ങൾ അദ്ദേഹം നന്നായിട്ട് അങ്ങ് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? മൂലകങ്ങളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ വെച്ചിട്ട് ഒരു ഗ്രാഫ് അങ്ങ് വരച്ചു. ആ ഗ്രാഫിനെ എടുത്ത് പറയാനാണെങ്കിൽ കണ്ടോ, അതിന്റെ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് കാണാം അറ്റോമിക മാസും, അതുപോലെ വൈ ആക്സിസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അറ്റോമിക് വോളിയവും. അപ്പോ അറ്റോമിക മാസം, അറ്റോമിക വ്യാപ്തവും, മാസ് വ്യാപ്തം എന്ന് പറയുന്നത് ഭൗതിക ഗുണങ്ങളാണല്ലോ. 2 ആക്സസുകളിൽ വെച്ചിട്ട് അദ്ദേഹം മൂലകങ്ങളുടെ കണ്ടോ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാഫ് വരച്ചു. അങ്ങനെ ഗ്രാഫ് വരച്ചപ്പോ ക്രമമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ചില ഗുണങ്ങൾ, മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഗ്രാഫിൽ എവിടെയൊക്കെയോ ഒരു സമാനത ആർക്ക് കിട്ടി? യെസ്, നമ്മുടെ ലോത്തർ മേയറിന് കിട്ടി. അങ്ങനെ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ പഠിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ആ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച വ്യക്തി ആരാ എന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേര് വേണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ആരാടാ? ലോത്തർ മേയർ. ആരാണ്? ലോത്തർ മേയർ. പക്ഷേ ഈ ലോത്തർ മേയറിന്റെ ഈ മൂലകങ്ങളുടെ വർഗീകരണത്തിന് വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം മറ്റൊരു സൈഡിൽ കൂടി വേറൊരാള് അവിടെ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ആ ആൾ ആരാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ദേ നിങ്ങൾ കാണുന്ന നമ്മുടെ പടത്തിൽ കാണപ്പെടുന്ന റഷ്യൻ കെമിസ്റ്റ്, റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനിയോവിച്ച് മെൻഡലേവ്. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച വ്യക്തി ആരാ എന്ന് ചോദിച്ചാൽ ലാവോസിയർ ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ. എന്നാൽ മൂലകങ്ങളെ കുത്തനെയുള്ള കോളങ്ങൾ, കുത്തനെയുള്ള കോളങ്ങൾക്ക് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം, അതിന് വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ. അതുപോലെ വിലങ്ങനെയുള്ള നിരകൾ, വിലങ്ങനെയുള്ള നിരകൾക്ക് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം, പിരീഡുകൾ. മെൻഡലേവിന്റെ കാലഘട്ടത്തില് പിരീഡ് എന്ന് പറയണ്ട, നമുക്കതിനെ സീരീസുകൾ എന്ന് വിളിക്കാം. അപ്പോൾ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകളായിട്ടും വിലങ്ങനെയുള്ള നിരകൾ സീരീസുകളായിട്ടും മൂലകങ്ങളെ ആദ്യമായിട്ട് ഒരു പട്ടികാരൂപത്തിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കി വർഗീകരിച്ച വ്യക്തി ആരാ എന്ന് ചോദിക്കാം. ആരാണ്? നമ്മുടെ സ്വന്തം മെൻഡലേവ്. നോക്കൂ, മെൻഡലേവിന്റെ കാലം എത്തുമ്പോഴേക്കും 1869 കാണുന്നുണ്ടോ?
63 മൂലകങ്ങൾ നിലവിലുണ്ടായിരുന്നോ പഠിക്കണം. ഞാൻ ഈ പറയുന്ന നിമിഷം 118 മൂലകങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. മെൻഡലേവിന്റെ കാലഘട്ടത്തിൽ 63 മൂലകങ്ങൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇവിടെ മെൻഡലേവ് എന്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു എന്ന് ചോദിക്കാം. ഉത്തരം പഠിച്ചു വെച്ചേക്കോ. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മൂലകങ്ങളെ വർഗീകരിച്ചത്. എടാ, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുമ്പോൾ മൂലകങ്ങൾ അവയുടെ ഗുണങ്ങളിൽ ക്രമമായ ഇടവേളകളിൽ സമാനത കാണിക്കുന്നു, അല്ലെങ്കിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഓക്കെ, ആവർത്തിച്ചിട്ട് ക്രമമായിട്ടുള്ള ബ്രേക്കില് അല്ലെങ്കിൽ ഇടവേളകളില് ആ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അത് മെൻഡലേവ് നല്ല കാര്യമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് പട്ടികാരൂപത്തിൽ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ ഫോർമാറ്റില് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തത് കൊണ്ട് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പട്ടികയുടെ പിതാവ് എന്ന അംഗീകാരം ആര് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആരെ തേടിപ്പോയി? നമ്മുടെ മെൻഡലേവിനുള്ളതാണ്. മെൻഡലേവ് ആണ് ആ പിതാവ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ പഠിച്ചേക്കണം. കണ്ടോ? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുമ്പോൾ അവയുടെ ഗുണങ്ങളിൽ ക്രമമായ ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു? ആവർത്തനം കാണിക്കുന്നുള്ളതായി കണ്ടെത്തി. അങ്ങനെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലുള്ള മെൻഡലേവിന്റെ ആ നിയമം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്രമാവർത്തന നിയമം. ഇംഗ്ലീഷില് അതിനെ പറയുന്ന പേരാണ് പീരിയോഡിക് ലോ. അപ്പൊ കണ്ടോ, ക്രമാവർത്തന നിയമത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ക്രമാവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും നിങ്ങൾ എന്തുത്തരം പഠിച്ചേക്കണം? മെൻഡലേവ് ആണെന്ന് പഠിച്ചേക്കണം. എടാ, മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്താന്ന് ഞാൻ പറയട്ടെ. നോക്കൂ, നമ്മുടെ മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിളില് എല്ലാ മൂലകങ്ങളും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഫില്ലാക്കി വെച്ചിരുന്നില്ല. കുറെ സ്പേസ് ഒക്കെ അദ്ദേഹം അങ്ങനെ ഒഴിച്ചിട്ടിരുന്നു. അലുമിനിയത്തിന്റെ താഴെ സ്പേസ് കൊടുത്തിട്ട് അവിടെ ഭാവിയിൽ ഒരു മൂലകത്തെ കണ്ടുപിടിക്കും, ആ മൂലകത്തിനെ ഞാൻ എൻ്റെ കൈവെള്ളയിൽ എടുത്തു വെച്ചാൽ അവൻ ഉരുകും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് എക്കാ അലുമിനിയം എന്ന് അദ്ദേഹം പേര് നൽകി. ആ മൂലകത്തെ പിന്നീട് കണ്ടെത്തി. അതിന്റെ പേരാണ് ഗാലിയം. കണ്ടോ? അതുപോലെ സിലിക്കണിന്റെ താഴെ സ്പേസ് കൊടുത്തിട്ട് അദ്ദേഹം എക്കാ സിലിക്കൺ എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്തു. ആ മൂലകത്തെ പിന്നീട് കണ്ടെത്തി. എക്കാ സിലിക്കൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ജെർമേനിയം. അപ്പോ എക്കാ അലുമിനിയം ഗാലിയം, എക്കാ സിലിക്കൺ ജെർമേനിയം, ഇങ്ങനെ നിലവിലുണ്ടായിരുന്ന മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി അവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ഭാവിയിൽ കണ്ടുപിടിക്കാനിരിക്കുന്ന മൂലകങ്ങളുടെയൊക്കെ ഗുണങ്ങൾ വെറും ഗുണങ്ങളല്ല, രാസഭൗതിക ഗുണങ്ങൾ കൃത്യമായിട്ട് ആര് പ്രെഡിക്റ്റ് ചെയ്തു? മെൻഡലേവ് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ മെൻഡലേവിന് ഇമാതിരിയുള്ള പ്രവചനമൊക്കെ നടത്താൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതിൽ അദ്ദേഹം അറേഞ്ച് ചെയ്ത മൂലകങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചും എന്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന അംഗീകാരം ആർക്ക് തന്നെ പോയത്? മെൻഡലേവിന്. എടോ, ഈ പ്രെഡിക്ഷൻ മാത്രം കൂടാതെ കുറെ മൂലകങ്ങളുടെ അറ്റോമിക ഭാരം കണ്ടുപിടിച്ചു വെച്ചിരുന്നത് തെറ്റായിരുന്നു. ആ മുമ്പുണ്ടായിരുന്ന വ്യക്തികൾ ഏതൊക്കെ മൂലകങ്ങളുടെ അറ്റോമിക ഭാരങ്ങൾ തെറ്റായി കണ്ടുപിടിച്ചുവോ അതിനെയൊക്കെ ആര് കറക്റ്റ് ചെയ്തു? നമ്മുടെ മെൻഡലേവ് കറക്റ്റ് ചെയ്തു എന്നുള്ള വസ്തുതയും നിങ്ങൾ എന്ത് ചെയ്തേക്കുക? പഠിക്കുക. നിസ്സാര കാര്യമാണോ? ദേ, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിൾ. കണ്ടോ? പെട്ടെന്ന് കാണുമ്പോൾ അതിൽ എലമെന്റ്സ് കാണാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. കണ്ടോ? ശരിക്കും ആദ്യമായിട്ടൊരു ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തയ്യാറാക്കിയത് ആര് തന്നെയാണ്? മെൻഡലേവ് ആണ്. കണ്ടോ? ഈ മൂലകങ്ങളെയൊക്കെ അദ്ദേഹം ഒരു ടേബിളിൽ വർഗീകരിച്ചു. ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സും സീരീസും കാണുന്നില്ലേ? കണ്ടോ? ഗ്രൂപ്പ്, സീരീസ്. ആ സീരീസ് ആണ് എന്ത്? പീരീഡ്. 63 മൂലകങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? യെസ്, നമുക്കറിയാം. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണ്? മെൻഡലേവ് ആണ്. ഇനി മെൻഡലേവിന്റെ പ്രെഡിക്ഷൻസ് തന്നെ നിങ്ങൾ നോക്കിക്കേ. എക്കാ അലുമിനിയം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത മൂലകത്തിന്റെ അറ്റോമിക ഭാരം 68 ആയിരിക്കുമെന്ന് പറഞ്ഞു. അത് കണ്ടെത്തി. ഗാലിയത്തിന് നമ്മൾ പിന്നീട് കണ്ടെത്തി. അതിന്റെ അറ്റോമിക ഭാരം 70. 68 70 വലിയ വ്യത്യാസം ഉണ്ടോ? അതിന്റെ സാന്ദ്രത 5.9 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് മെൻഡലേവ് പ്രെഡിക്റ്റ് ചെയ്തു. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് സാധനം ഇല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പല്ലേ. അത് കണ്ടെത്തിയപ്പോൾ 5.94. നോക്കൂ എന്ത് കൃത്യം.
മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കുറവായിരിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, 302 ഉള്ളൂ. ഓക്സൈഡ് ഫോമിലെയും ക്ലോറൈഡ് ഫോമിലെയും കാണുന്നുണ്ടോ? അതേ കറക്റ്റ് ആയിട്ട് വന്നു. O3Cl3. നമുക്ക് നിലവിലുള്ള മൂലകങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ പ്രോപ്പർട്ടീസ് നേരെ ചെവ്വേ പഠിക്കാൻ വയ്യ, മടിയാ അല്ലേ? അപ്പൊ നോക്കൂ, അന്നുണ്ടായിരുന്ന മൂലകങ്ങൾ വച്ചിട്ട് ഇനി കണ്ടെത്താൻ പോകുന്ന മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് ആണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു ബ്രില്യൻസ് ആണ്! അതാണ് എക്കാ സിലിക്കൺ. അത് പിന്നീട് ജെർമേനിയം ആണെന്ന് കണ്ടെത്തി അല്ലേ? അറ്റോമിക് വെയിറ്റ് 72 ആണെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. യെസ്, കണ്ടെത്തി. 72.6. സാന്ദ്രത 5.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. കണ്ടെത്തിയപ്പോ 5.36. ഒന്നും വലിയ വ്യത്യാസമില്ല. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അതെ, 1231. എടാ, ഓക്സൈഡ് ഫോമിലെയും ക്ലോറൈഡ് ഫോമിലെയും കാണുന്നുണ്ടോ? O2Cl4. ദേ ശരിക്കും അത് തന്നെ. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്, ക്രമാവർത്തന നിയമത്തിന്റെ പിതാവ് എന്ന അംഗീകാരം മെൻഡലേവിനല്ലാതെ വേറെ ആർക്ക് പോകും? അതാ. അപ്പൊ ഇതാണ് മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിളും അതിന്റെ പ്രത്യേകതകളും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കുവോ? ഇവിടെ തീരുന്നില്ല. അടുത്തൊരു സെഷനില് മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു വ്യക്തി വന്നു. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ഹെൻറി മോസ്ലി. അപ്പൊ നമ്മുടെ ഹെൻറി മോസ്ലിയുടെ ഇന്ന് കാണുന്ന ആധുനിക ക്രമാവർത്തന പട്ടികയും അതിലെ ഗ്രൂപ്പുകളും പിരീഡുകളും എന്തൊക്കെയാണെന്നൊരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. മറ്റൊരു സെഷനില് മോഡേൺ പീരിയോഡിക് ടേബിളും പ്രത്യേകതകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പൊ മറക്കരുതേ, ലാവോസിയർ ലോഹങ്ങൾ അലോഹങ്ങൾ, ഡൊബറീനർ ത്രികനിയമം, ചാൻ കർട്ടോയിസ് ഹെലിക്കൽ വർഗീകരണം, ജോൺ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ലോത്തർ മേയർ ഭൗതിക ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രാഫ് വരച്ചിട്ടുള്ള വർഗീകരണം. ഇനി മെൻഡലേവ് എങ്ങനെയാണ് ക്രമാവർത്തന നിയമം അറ്റോമിക മാസ് അല്ലെങ്കിൽ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ. ക്ലിയർ അല്ലേ? ഇതുവരെ ഒന്ന് നോക്കി വെക്കൂ. അടുത്തൊരു സെഷനില് ഹെൻറി മോസ്ലിയും അദ്ദേഹത്തിന്റെ ആധുനിക ക്രമാവർത്തന പട്ടികയും എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. കെമിസ്ട്രി ഈസ് റിയലി ഫൺ അല്ലേ? നല്ല രസമാണ്. എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കൂ. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ ബൈ.